ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ വേലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. വേല എന്ന് പറയുമ്പോൾ മയങ്ങനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേലയായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ, വിശേട്ടൻ്റെ ഏട്ടൻ്റെ വൈഫ്, ചേച്ചി, മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വേലയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി വേലയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചോക്കോബാറൊക്കെ കഴിച്ച് പിന്നെ വേറെയും കാളകൾ വരാനുണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ വീട്ടിലേക്ക് പോന്നു. ബാക്കി കാഴ്ചകളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റും ഞങ്ങൾക്ക്. അങ്ങനെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇതാ പൂക്കാവടികൾ വരാൻ തുടങ്ങി. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പുറകെ ഓരോ കാളകളായിട്ട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ മഴ കാരണം കാളകളുടെ മേലെ ഷീറ്റ് ഇട്ടിട്ട് മൂടിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ പുറകെ കുറേ കലാരൂപങ്ങൾ, പിന്നെ വേഷങ്ങൾ, കരടി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കരടി ദേവൂട്ടൻ്റെ അടുത്തേക്കൊന്ന് വന്നതാണ്. പക്ഷേ മോൻ പേടിച്ചില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് പുറകോട്ട് നിന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്നത് ഏറ്റവും വലിയ കാളയായ കാലഭൈരവനെയാണ്. പക്ഷേ അത് മഴ കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് വലിയ കാളയെ കൊണ്ടുപോണത്. അപ്പോൾ കറണ്ട് ആണെങ്കിൽ ഉണ്ടായിരുന്നില്ല. ഒരു 7 മണിക്ക് കറണ്ട് പോയിട്ട് എല്ലാ കാളകളും കൊണ്ടുപോയതിന് ശേഷമേ കറണ്ട് വരുള്ളൂ. അപ്പോൾ വലിയ ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കാളയെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ഓടിപ്പോയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇത്തിരി നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ മോൻ അമ്പലത്തിൽ പോയപ്പോൾ കാലഭൈരവനെ അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്, തലയൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വേലയിലെ ഏറ്റവും വലിയ കാളയായിരുന്നു ഇത്. അപ്പോൾ ഏതായാലും പൂരം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പൂരപ്പറമ്പിൽ നിന്നുകൊണ്ട് തന്നെ ആസ്വദിച്ച് കാണേണ്ട ഒരു സംഭവമാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇനിയും കുറച്ചും കൂടി ഇതിൽ കാണിക്കാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.